ഹലോ, ഗുഡ് ഈവനിങ്. വൈകുന്നേരം കേട്ടോ. ഇതൊക്കെ തീർത്തിട്ട് വന്നെ എന്തിനാന്ന് വെച്ചാൽ സിമ്പിൾ ഒരു കറിക്ക് കുമ്പളങ്ങ കുമ്പളങ്ങ ഉടച്ച് മോരൊഴിച്ച് വെക്കണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനധികം ചിലവൊന്നും വേണ്ട. ഉലുവ, കടുക്, പിന്നെ ഉപ്പ്, അല്പം മുളക് പൊടി, കടുക് പൊട്ടിക്കാൻ ഉണക്കമുളക്, അങ്ങനെയുള്ള സാധനം കൊണ്ട് മാത്രം മതി. പിന്നെ തൈര് വേണം കേട്ടോ. തൈര് വേണം, മെയിൻ സാധനം തൈര്. അപ്പം ഞാൻ കഴുകി വാരി വെച്ച കുമ്പളങ്ങയാണ്. വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ഇതിൻ്റെ കൂടെ കണ്ടിച്ച് ചേർക്കട്ടെ. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേപ്പില ഉരിയിട്ടു, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പേരിന് മാത്രം ഇത് കാശ്മീരി മുളകാണ്, ഒരു 1/2 ടീസ്പൂൺ ഇത്രയും ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് ഇതിനൊരു ഇത് പറ്റിയിട്ടുണ്ട്, തീർന്നു എന്ന് തോന്നണം. പുതിയത് വാങ്ങണം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ വെന്ത് ശരിക്കും ഉടയണം. അത് നമുക്ക് ഉടച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങ വേണം, ജീരകം വേണം, വെളുത്തുള്ളി വേണ്ട. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കാണാട്ടോ. രണ്ട് വിസിൽ കേട്ടു. ഒരു വിസിലും കിടന്നേ. അല്പം തേങ്ങ, അല്പം ജീരകം, സാധാ ജീരകം കേട്ടോ. കുമ്പളങ്ങ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. സൂപ്പർ കറി കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം കുമ്പളങ്ങ പുളിച്ചത്. നിങ്ങൾക്കൊക്കെ ഇപ്പം സന്ധ്യയായിട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിത് ആവശ്യം വേണ്ടി വന്ന അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കുമ്പളങ്ങ വെള്ളം പറ്റുമെന്നോ, വെന്തോന്നു. ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഞാനിത് കാളം വെക്കാന്ന് ഓർത്തും കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിഴക്കല ചേച്ചി ഒരു കുമ്പളങ്ങ തന്നു. കഥയല്ല കേട്ടോ. അപ്പൊ അത് ഞങ്ങള് കുമ്പളങ്ങ ഇങ്ങനെ ഉടച്ചെടുത്തു. അപ്പൊ ഞാനെന്നാ അത് മോരുകറി വെക്കാം എന്നോർത്ത് ചെയ്ത പണിയാണത്. ശരിക്കും അങ്ങ് ഉടയ്ക്കണം. എന്നാലാണ് കഷ്ണം ഉണ്ടാവില്ല. കുമ്പളങ്ങ ഉടച്ചിങ്ങനെ കറി വെച്ചാൽ ഇത് പുളി പിഴിഞ്ഞ് വെക്കും. വാളംപുളി പിഴിഞ്ഞ് തേങ്ങ അരച്ച് ഇതുപോലെ ജീരകം ചേർത്തിട്ട് വാളംപുളി പിഴിഞ്ഞ് വെക്കും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കൂട്ടില്ല. മുഴുവൻ ഉടച്ച് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റട്ടെ കേട്ടോ. തൈരും പിന്നെ തേങ്ങ അരച്ചതും. ഇത് തൈര്, നല്ല കട്ട തൈര. പിന്നെ കടുക് പൊട്ടിച്ച് സിമ്പിളായിട്ട് വാങ്ങാം. കുമ്പളങ്ങയില വെള്ളം പറ്റി
തീരെ പറ്റിയിട്ടില്ല. തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ തൈര്. അല്പവും കൂടെ വെള്ളം ചേർക്കട്ടെ. സൂപ്പർ. കടുക് പൊട്ടിക്കാട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ലേശം. ഉപ്പ് കുറവ്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. തീരെ കുറഞ്ഞു പോയി ഇട്ടതേ. ചെരിവുണ്ട്, ഒരു ചെരിവ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ ഇടണം കേട്ടോ. ഒക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. നോക്കൂ. വേപ്പില ഞാൻ ആദ്യം കുറച്ചിട്ടായിരുന്നു. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി തങ്ങ് പൊട്ടിച്ച് സമയം സന്ധ്യയായിട്ടോ. സന്ധ്യയല്ല, രാത്രിയായി. 7, 7:15 ആയി. കടുക് അത് താമസം വരണം. അപ്പം നമുക്കത് കടുക് പൊട്ടി. കടുകൊക്കെ മൂത്തോട്ടോ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെച്ച് നോക്കാത്തവരൊന്നിനൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. ഇതിപ്പോൾ ഒരു 250 ഗ്രാം കുമ്പളങ്ങ കാണും. 250 ഇല്ല. ഒരു 100 ഗ്രാം തൈര്, പിന്നെ ഒരല്പം തേങ്ങ, ഒരു പച്ചമുളക്. നോക്കട്ടെ. സൂപ്പർ. കണ്ടോ? അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കറി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാത്രിയാണ്, അപ്പം ഗുഡ് നൈറ്റ് കേട്ടോ. ടാറ്റ, ബൈ.